താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് 2026 ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ. വീട്, ഭൂമി, വാഹനം എന്നിവ സ്വന്തമാകും. ധനനഷ്ടം വരുത്താതെ നോക്കുക. പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1201 ധനു അവസാന പകുതി, മകരം പൂർണ്ണം, കുംഭം ആദ്യ പകുതി ചേർന്ന് 2026 ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ. ധനുമാസത്തിൽ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കാത്തതിൽ മനോവിഷമം വർദ്ധിക്കും. ഒപ്പം ജോലി കൂടുതൽ സമയം എടുക്കേണ്ടതായും വരാം. തൊഴിലിടം നവീകരിക്കും. വിദ്യയിൽ വിജയിക്കാൻ സാധിക്കും. ഭൂമി, വീട്, വാഹനം എന്ന ആഗ്രഹം സഫലമാകും. വിദേശത്തുള്ളവർക്ക് നിലവിലെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. മകരമാസത്തിൽ ബന്ധുക്കളുടെയോ അല്ലാത്തവരുടെയോ ദേഹവിയോഗ സന്ദേശം ലഭിക്കും. മനസുഖം കുറയുന്നത് ആശങ്കപ്പെടുത്തും. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ നിലനിൽക്കും. സഹോദരങ്ങൾക്ക് അസുഖം വർദ്ധിക്കും. വളർത്തുമൃഗങ്ങളെ കരുതലോടെ കൈകാര്യം ചെയ്യുക. പുണ്യക്ഷേത്ര സങ്കേതങ്ങൾ സന്ദർശിക്കും. വ്യാപാരത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. കുംഭമാസത്തിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും വ്യാപാരത്തിലും കൂടുതൽ സമയം ചിലവഴിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള വ്യാപാരികൾക്ക് നേട്ടമുള്ള സമയമാണ്. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും നേട്ടമുണ്ടാകും. സഹോദരങ്ങളുടെ വിവാഹം ആർഭാടമായി നടത്തും. അതിനുവേണ്ടി സാമ്പത്തികം നല്ല രീതിയിൽ ചിലവഴിക്കും. ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ നിലവിലുള്ള സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ മാർഗം കാണും. ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ ഭീമമായ നഷ്ടങ്ങൾ വരാം. കർമ്മസ്ഥലം അലങ്കോലമാകുന്ന സാഹചര്യം പ്രതീക്ഷിക്കണം. മനസുഖത്തിൽ കുറവും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കാനും പിതാവുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെടാനും സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകയാൽ ശ്രദ്ധിക്കുക. ശിവക്ഷേത്ര ദർശനം സഹായകമാകും. തടസ്സങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. മകരമാസത്തിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ കുടുംബത്തിന്റെ പൂർണ്ണ സഹകരണം ലഭിക്കും. ധനനഷ്ടം വരുത്തുന്ന പ്രവൃത്തികളിൽ ആകൃഷ്ടരാകും. മനസ്സിന് സമാധാനക്കുറവ് അനുഭവപ്പെടും. മറ്റുള്ളവരിൽ നിന്ന് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പൊതുവെ ജീവിത നിലവാരവും സുഖവും വർദ്ധിക്കും. കൃഷിക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. വിഷബാധയേൽക്കാതെ നോക്കുക. ഗുരുജനങ്ങളുടെ ദേഹവിയോഗം മാനസികമായ തളർച്ചയ്ക്ക് കാരണമാകാം. മുതിർന്നവരും ബന്ധുക്കളും സഹായ സഹകരണങ്ങൾ നൽകും. ക്ഷേത്ര ദർശനം, വഴിപാടുകൾ എന്നിവ മുടക്കമില്ലാതെ നടത്തുന്നത് ഉചിതം. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.